ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളുക. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞ ആണ് ഈ വചനം. ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരങ്ങളുമുള്ളവൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചങ്കിൻ്റെ അകത്ത് അവൻ ഇരിപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സകല അധികാരങ്ങളുമുള്ളവൻ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? സകല അധികാരങ്ങളുമുള്ളവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ കരങ്ങളിലൂടെ അത്ഭുതം നടക്കും. നീ കരങ്ങൾ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നീ കരങ്ങൾ വയ്ക്കുമ്പോൾ പിശാച് വിട്ടുമാറും. നീ കരങ്ങൾ വയ്ക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും. ശക്തനായവൻ നിന്റെ ഉള്ളിൽ നിന്നോടൊത്ത് വസിക്കുന്നു. ഈ ആഴമായ വിശ്വാസത്തിലേക്കും ബോധ്യതലങ്ങളിലേക്കും ഓരോ ശുശ്രൂഷകരും വളരേണ്ടത്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവൻ എടാ വസിക്കുന്നത്? ഇവിടെയുണ്ട്. സകല അധികാരങ്ങളുമുള്ളവൻ, സകല അധികാരങ്ങളുള്ളവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം വലുതാകേണ്ടിയിരിക്കുന്നു. വലിയവനായ ദൈവത്തെ നിങ്ങൾ ചെറിയവനായിട്ട് കാണരുത്. വലിയവനായ ദൈവത്തെ വലിയവനായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിന് അസാധ്യമെന്നൊന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അസാധ്യമെന്ന് എൻ്റെ ദൈവത്തിനില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തനായവൻ എൻ്റെ ഉള്ളിലുണ്ട്, എന്നോടൊത്ത് വസിക്കുന്നു. സകല അധികാരങ്ങളുള്ളവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ അവൻ എൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കും. പ്രവർത്തിക്കുമോ?
പ്രവർത്തിക്കുവോ? പ്രവർത്തിക്കുവോ? ഉറപ്പാ പ്രവർത്തിക്കും. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ള പറഞ്ഞിട്ടൊരു വചനമാണ്, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും. അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും. രോഗിയുടെ തലയിൽ കൈവയ്ക്കണം നിർബന്ധം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. രോഗിയുടെ മേൽ കൈവയ്ക്കും. കൈവയ്ക്കും എന്ന് പറഞ്ഞാൽ കൈ തൊട്ടാൽ മതി. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ അഭിഷേക ശക്തി കടന്നു പോകും, സൗഖ്യം നടക്കും. അതുകൊണ്ട് ശിരസിൽ കൈവച്ച് വർത്തിച്ചാൽ മാത്രമേ സൗഖ്യം നടക്കൂ എന്നൊന്നും ശുശ്രൂഷ തെറ്റിദ്ധരിക്കരുത്. അത് ഒരു ശരിയായ കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. രോഗിയുടെ മേൽ കൈവയ്ക്കും. ഞാൻ ഓർക്കണം, ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുക. അങ്കമാലി നിർത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പോൾ അങ്കമാലി ആ കണ്ണാശുപത്രിയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി ഇറങ്ങി വരുന്നു. എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. യേശു ആരിലും വലിയവൻ സാബു അറുതിട്ട് ബ്രദറാണോ? ഞാൻ പറഞ്ഞു അതെ, സാബു അറുതിട്ട് ബ്രദറാ. അയ്യോ, ഞങ്ങൾ പ്രോഗ്രാം കാണുന്നവരാണ്. എന്നിട്ട് അവരെന്നോട് ചോദിക്കുക, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചേക്കാം. ആ നടു റോഡിൻ്റെ സൈഡിൽ നിൽക്കുക. തലയിലൊന്നും കൈവച്ചില്ല. ആ ഭർത്താവിൻ്റെ കയ്യിലോട്ട് പിടിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ഒറ്റ പ്രാർത്ഥന കുടുംബത്തിനായിട്ട്. ഹല്ലേലൂയ. ആ നടു റോഡിൽ നിന്ന് കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെല്ലാം തല കൈ വെക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയെല്ലാം നമ്മൾ വിവേകം ഉപയോഗിക്കണം. ശുശ്രൂഷകർക്ക് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കൊച്ചുമാത്യുവച്ചൻ പറഞ്ഞ പോലെ ഏറ്റവും കുറവെന്താ? എന്താണ്? വിവരം. നമുക്ക് വിവരം വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചാൽ മാത്രമേ സൗഖ്യം നടക്കൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ സാന്നിധ്യം കൊണ്ട് അത്ഭുതം നടക്കുന്ന അഭിഷേകത്തിലേക്കാണ് ഇനി നമ്മൾ വളരേണ്ടത്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം. നമ്മൾ കടന്നു പോവുകയാണ്. പത്രോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലൂടെ അല്പസമയം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആ വലിയ രഹസ്യം മനസ്സിലാക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. പത്രോസ് അപ്പസ്തോലൻ ഒരു സാധാരണ മുക്കുവനായിരുന്നു, അല്ലേ? ഒരു സാധാരണ മുക്കുവൻ. ഉന്നതമായ വിദ്യാഭ്യാസമോ അറിവും ഒന്നുള്ള വ്യക്തിയായിരുന്നില്ല. ഒരു സാധാരണക്കാരനായ മുക്കുവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുക്കുവനായിരുന്ന പത്രോസിനെ യേശു വിളിച്ചു. മുക്കുവനായിരുന്ന പത്രോസിനെ യേശു വിളിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം. ജെറമിയ 16:16. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. ആരാ ഈ മീൻപിടുത്തക്കാർ? ആ വചനം കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. ആരാ ഈ മീൻപിടുത്തക്കാർ? കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ തന്നെയാ. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും, അവർ അവരെ പിടികൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് അപ്പസ്തോലനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഈ പത്രോസ് അപ്പസ്തോലൻ്റെ ആ ബലഹീനത, ആ കഴിഞ്ഞ കാലം, അഭിഷേകം പ്രാപിക്കുന്നതിനുള്ള കാലമെന്ന് കണ്ടു നോക്കിയേ. ബലഹീനതകളുണ്ടല്ലേ? ഒത്തിരി ബലഹീനതയുള്ള ഒരു സാധാ മനുഷ്യൻ. നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊട്ടാരമുറ്റത്തിരുന്ന് തീ കായുക. ഒരു പറ്റം ആളുകൾ അവിടെ തീ കായാനുണ്ട്, തീ കൂട്ടിയത് കായുക. ഗുരുവിനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഗുരു കടന്നു പോകുമ്പോൾ പ്രിയ ശിഷ്യൻ ഇരുന്ന് തീ കായുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ പലരും തീ കായാൻ പോയിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷ ശക്തമാകാത്തതിൻ്റെ കാരണം അതാ. തീ കായുന്ന ആവശ്യം ജഡത്തിൻ്റെ ആവശ്യമാണ്. ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട ഒറ്റ ശുശ്രൂഷകരെയും കർത്താവ് ഉയർത്തത്തില്ല. വിശുദ്ധി നഷ്ടപ്പെട്ട ശുശ്രൂഷകനെ സാത്താൻ കുടഞ്ഞ് തരിപ്പണമാക്കും. വിശുദ്ധിയില്ലാത്ത ശുശ്രൂഷകർ അനേകരുണ്ട്. ഞാൻ ഈ 26 വർഷത്തിനുള്ളിൽ ആദ്യകാലങ്ങളിൽ എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്ത ശക്തരായ ശുശ്രൂഷ, അസാധാരണമായിട്ട് ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയൊക്കെ പറയുന്ന ശക്തരായ ശുശ്രൂഷകർ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ശുശ്രൂഷയുണ്ട്. ഇന്ന് അവരിൽ പലരെയും കുറിച്ച് കേൾക്കാനില്ല. ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കത്തിയുന്ന ചില ശുശ്രൂഷകരൊക്കെ ഇന്ന് മദ്യപാനത്തിന് അടിമകളാണ്, മറ്റു പല പാപത്തിൻ്റെ അടിമകളാണ്. അനേകർ വീണ് തകർന്നു പോയി. ശുശ്രൂഷകർ തകർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാണ് ദൈവത്തോടുള്ള അവിശ്വസ്തത. 2, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ശുശ്രൂഷകർ. ജഡത്തിൻ്റെ വികാരങ്ങളിൽ ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നവർ, കൗൺസിലിങ്ങിനൊക്കെ കടന്നു വരുന്ന പല വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ശുശ്രൂഷകരുണ്ട്. ദൈവവചനം പങ്കുവെക്കുന്നവർ തന്നെ തെറ്റായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട്. പണം മാത്രം ലക്ഷ്യമാക്കി
ചുമന്നുകൊണ്ട് ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, ശുശ്രൂഷക, സാത്താൻ നിന്നെ അടിച്ചു തരിപ്പണമാക്കും. നിന്റെ ശുശ്രൂഷയിൽ അഭിഷേകം വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പിച്ചു നിങ്ങളിത് ഹൃദയത്തിൽ കുറിച്ചിട്ടോ. നിന്റെ ശുശ്രൂഷ ശക്തമാകണമെങ്കിൽ വില കൊടുക്കണം, വില കൊടുക്കണം. ഞാനൊരു ആത്മായ ശുശ്രൂഷനായതുകൊണ്ട് ഈ നിങ്ങളോട് ഞാൻ തുറന്നു പറയുക, നമുക്ക് സഭ 25 നോയമ്പ്, 50 നോയമ്പ്, 8 നോയമ്പ് ഒക്കെ തരുന്നുണ്ട്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നോയമ്പായിരിക്കും. 8 നോയമ്പ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നോയമ്പായിരിക്കും. ഈ നോയമ്പ് 50 ദിവസം, 50 ദിവസത്തെ നോയമ്പെടുക്കുമ്പോൾ, 25 ദിവസത്തെ നോയമ്പെടുക്കുമ്പോൾ ഞാൻ തുറന്നു പറയുക, ആ ദിവസങ്ങളിൽ എൻ്റെ ശരീരം 100% കൺട്രോളായിരിക്കും. എനിക്ക് ജഡത്തിൻ്റെ ആവശ്യങ്ങളൊന്നും വേണ്ട. ജഡത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്കൊരാവശ്യമല്ലെന്ന് ശുശ്രൂഷകൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ 50 ദിവസം ജഡത്തിൻ്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കീഴടക്കി അങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് സ്റ്റേജ് കയറിക്കുമ്പോൾ തീ കത്തും. ഇന്ന് ശുശ്രൂഷകർ എന്തേ തീ കത്താത്ത? വിശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ജഡവികാരങ്ങൾക്ക് അടിമപ്പെട്ടവരായിട്ട് മാറിപ്പോയി, ഭക്ഷണാസക്തിക്ക് അടിമപ്പെട്ടവരായിട്ട് മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ധനാസക്തിക്ക് അടിമപ്പെട്ടവരായിട്ട് മാറി. വ്യത്യസ്തമായ ആസക്തികൾ ശുശ്രൂഷകരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ശുശ്രൂഷകൻ്റെ അഭിഷേകം ചോർന്നുപോയി. അഭിഷേകം ചോർന്നിട്ട് സ്റ്റേജിൽ കയറുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വില കൊടുക്കണം, ശുശ്രൂഷകൻ വില കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വില കൊടുക്കുന്ന ശുശ്രൂഷകന്റെ ശുശ്രൂഷയ്ക്ക് വിലയുണ്ട്. ഹല്ലേലൂയ. വില കൊടുക്കുന്ന ശുശ്രൂഷകന്റെ ശുശ്രൂഷയ്ക്ക് വിലയുണ്ട്. സ്വർഗം മാനിക്കുന്ന ശുശ്രൂഷ അവിടെ നടക്കാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന 2300 പേരും തീപ്പന്തങ്ങളായിട്ട് മാറണമെന്ന യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഈ 2300 പേരും തീപ്പന്തങ്ങളായിട്ട് മാറണമെന്ന് കർത്താവിൻ്റെ ഹൃദയം തീഷ്ണതയോടെ ആഗ്രഹിക്കുക. ക്രൂശിൽ കിടന്ന് അവിടുന്ന് പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു. ശുശ്രൂഷകരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ശുശ്രൂഷകരെ നോക്കി പറയുക, എനിക്ക് ദാഹിക്കുന്നു. നിന്റെ ശുശ്രൂഷ തീ കത്തുന്ന ശുശ്രൂഷയായിട്ട് മാറണം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പത്രോസ് അപ്പസ്തോലനിലേക്ക് വരാം. കൊട്ടാരമുറ്റത്തിരുന്ന് പത്രോസ് അപ്പസ്തോലൻ തീ കായുക. അവിടെ സംഭവിച്ച ഒരു കുഞ്ഞു പാളിച്ച. നല്ല തണുപ്പ്, ജഡത്തിൻ്റെ ഒരാവശ്യമാണ് തീ കായുക. തണുപ്പ് സഹിക്കാൻ വയ്യാതെ അപ്പസ്തോലൻ ഇങ്ങനെ തീ കായുക. അക്കൂട്ടത്തിരുന്ന സ്ത്രീകൾ പലരുമുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ കണ്ടാൽ അവനിൽ ഒരുവനാണെന്നറിയാം. കണ്ടോ, കർത്താവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തി വീണ് തകർന്ന് തരിപ്പണമായാലും അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവനെ കണ്ടാലറിയാം അവൻ എന്തോ, അല്ലേ? കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഉറപ്പാണ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മ ഫലങ്ങൾ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ എവിടെ കണ്ടാലും തിരിച്ചറിയാം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിന്നെ കണ്ടാലറിയാം, നീ അവനിൽ ഒരുവനാണ്, നീ അവൻ്റെ കൂടെ ഉണ്ടാകും. നീ പത്രോസ് ശപിക്കാനും ആണയിടാൻ തുടങ്ങി, എനിക്കവനെ അറിയത്തില്ല. ശപിക്കാനും ആണയിടാൻ തുടങ്ങി, എനിക്കവനെ അറിയത്തില്ല. പത്രോസ് പറയുകയാണ്, എനിക്കവനെ അറിയത്തില്ല. നോക്കുക, ഞാനിത് പറഞ്ഞത് പത്രോസ് അപ്പോസ്തലൻ്റെ ആ ബലഹീനത, ജീവനിൽ കൊതിയുണ്ട്, മരിക്കണ്ടെന്ന് ആഗ്രഹം പത്രോസിനുണ്ട്, മരിക്കാൻ പേടിയുണ്ട്. അതായിരിക്കാം എനിക്കറിയത്തില്ലെന്നൊക്കെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. കൊട്ടാരമുറ്റത്തൂടെ യേശുവിനെ ഇങ്ങനെ പടയാളിയിൽ കൊണ്ടുമ്പോൾ യേശു തിരിഞ്ഞൊന്ന് നോക്കി. ആ നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി. കരുണാർദ്രമായ ആ നോട്ടത്തിൻ്റെ ശക്തിയിൽ പത്രോസ് പുറത്തേക്ക് പോയിട്ട് വാ വിട്ട് നിലവിളിക്കുക. ഹല്ലേലൂയ. ഇവിടിരിക്കുന്ന വീണുപോയ ഓരോ ശുശ്രൂഷകനും നിലവിളിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. വീണുപോയ ശുശ്രൂഷകർ നിലവിളിക്കണം. ഞാനിവിടെ വന്ന് മിനിയാന്ന് മുതൽ ഇവിടെ ഉണ്ട് ശുശ്രൂഷ. ഞാനിവിടെ വരുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, കുമ്പസാരിച്ചൊരുങ്ങുവാൻ, കുമ്പസാരിച്ചൊരുങ്ങുവാൻ. അതിന് വേറൊരു കാരണമുണ്ടായിരുന്നു, കുമ്പസാരിച്ചൊരുങ്ങാനായിട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ കുമ്പസാരിച്ചതാണ്. എനിക്ക് എപ്പോൾ കുമ്പസാരിക്കാൻ അവസരം കിട്ടിയോ അന്നേരമൊക്കെ ഞാൻ കുമ്പസാരിക്കും. അടുക്കളുള്ള കുമ്പസാരം നമ്മളെ ശക്തരാക്കി മാറ്റും. കുമ്പസാരിക്കാനായിട്ട് അപ്പുറത്ത് പോയി മലയാളം സെക്ഷനിൽ പോയി നന്നായിട്ട് ശരിക്കൊരുങ്ങി, നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു അഭിഷേകം മേടിക്കേണ്ട ആഗ്രഹമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മാത്യു അച്ഛനെ കണ്ട് നല്ലൊരു പ്രാർത്ഥന മേടിക്കണം. അതിനുവേണ്ടി ശരിക്ക് ദിവസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. കാരണം അഭിഷേകത്തിൻ്റെ വിലയെക്കുറിച്ച് അറിയാവുന്നവരെന്നെ വില കൊടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് ശുശ്രൂഷകരെ, നിങ്ങൾ നന്നായിട്ട് നിലവിളിക്കണം കർത്താവിന് മുമ്പിൽ. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കർത്താവിനെടുക്കുന്ന ഒറ്റയ്ക്ക് ഇന്ന് കരയാറുണ്ട്. കർത്താവെ വന്നുപോയി വീഴ്ചകളെയൊക്കെ ഓർത്ത് കരയാറുണ്ട്.
ചില അവസരങ്ങളിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർത്ത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ധോണിയിൽ വട്ടായച്ചൻ്റെ കൂടെയുള്ള റെനിയച്ചൻ്റെ നേതൃത്വത്തിലൊരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ രാമനാഥപുരം രൂപതയുടെ ബിഷപ്പ് പിതാവ് ആലപ്പാട്ട് പിതാവും ആലപ്പാട്ട് പിതാവും വൈദികരും ചെന്ന് ധ്യാനം, റെനിയച്ചനൊക്കെ വന്ന് നമ്മുടെ ധ്യാനം കൂടുന്നപ്പോൾ ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിച്ചു. അപ്പം വൈദികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഞാനോട്, അപ്പം കർത്താവ് മുന്നമേ സന്ദേശം തന്നിരുന്നു, വൈദികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഒരുങ്ങുന്നുണ്ട്, അപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ അന്ന് രാവിലെ വയ്യോളം ആ ശുശ്രൂഷ ശരിക്കും പറഞ്ഞാൽ അസാധാരണമായ പ്രവൃത്തി കർത്താവ്. വൈദികരൊക്കെ നടുവും നട്ടലുമൊക്കെ ഹീൽ ചെയ്ത വൈദികരൊക്കെ അവിടെ നിന്ന് കയറി കുനിഞ്ഞു നിവർന്നു ഇരുന്നു ഒക്കെ അവർ അവിടെ സാക്ഷ്യപ്പെടുത്തി. അന്ന് ഞാൻ കർത്താവിൻ്റെ അടുക്കിരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എന്തൊരു സ്നേഹമാണ് നിൻ്റെ സ്നേഹം. അങ്ങയുടെ അഭിഷിക്തരോട് വചനം പങ്കുവയ്ക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല, എന്നിട്ടും നീ എന്നെ അവിടെ മുൻപിൽ നിർത്തി. ആ സ്നേഹം ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ കരയാറുണ്ട്. കർത്താവിൻ്റെ സ്നേഹം, ഒരു യോഗ്യതയും എനിക്കില്ല. വലിയ ശ്രേഷ്ഠരായിട്ടുള്ള കർത്താവിൻ്റെ അഭിഷിക്തർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഇനി നമ്മൾ വീണ്ടും പത്രോസ് അപ്പസ്തോലിലേക്ക് വരികയാണ്. അപ്പസ്തോലന്റെ ബലഹീനത നമ്മൾ കാണുകയാണ്. അപ്പസ്തോലന്റെ ബലഹീനത നമ്മൾ അവിടെ കണ്ടു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പസ്തോലൻ യേശുവിന്റെ ക്രൂശ് മരണത്തിനു ശേഷം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാര് സഖിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചു കാത്തിരിക്കുക. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം, ഇവിടം വിട്ടുപോകരുത്. ലൂക്ക 24:49. പവർ ഇൻ ഹൈ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഇവിടം വിട്ടുപോകരുത്, ഇവിടം വിട്ടുപോകരുത്, ഇവിടെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നേതൃത്വത്തിൽ അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് പ്രഭാതത്തിലും നാല് കൊന്ത സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം ചൊല്ലിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒറ്റ ദിവസം പോലും 4 കൊന്ത മുടക്കത്തില്ല. അത് 8, 12, 16 സമയം കിട്ടും. ഇന്നലെ ഒരു 8-10 കൊന്ത ചൊല്ലിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കൈപിടിച്ചു നടത്തി ഇവിടെ നിർത്തിയെങ്കിൽ അതിന് പരിശുദ്ധ അമ്മയെ ഞാൻ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലൊരു അമ്മയുണ്ട്. ഹല്ലേലൂയ. ആ അമ്മയോട് ഭക്തിയുള്ള ശുശ്രൂഷകൻ വീണു പോകത്തില്ല. ഹല്ലേലൂയ. താങ്ങാൻ ഒരമ്മയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജപമാല ഭക്തരായിട്ട് മാറണം. ജപമാല ഏറ്റവും ശക്തമായ ആയുധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും 4 ജപമാല, സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം ചെല്ലുന്നവർ കരമിട്ട് കാണിക്കാമോ? ചെല്ലുന്നവർ ഉണ്ടോ? ചെല്ലാത്തവർ അനേകരുണ്ട്. ഇന്ന് തുടങ്ങണം നിങ്ങൾ ജപമാല ഫുൾ കൊന്ത ചെല്ലണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ചു കാത്തിരിക്കുക. പന്തക്കുസ്താദിനം സമാഗതമായി. പന്തക്കുസ്താദിനം സമാഗതമായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുക. യെശയ്യാ 66:15. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. സഖിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും 120 പേരും പ്രാർത്ഥിച്ചു കാത്തിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി. സഖിയോൻ മാളികയെ ഇളക്കി മറിക്കുന്ന ഒരു ശബ്ദം, കൊടുങ്കാറ്റിന്റെ ആരവം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുക. ആത്മാവ് അഗ്നിയിൽ അവിടെ മേൽ ഇറങ്ങി വരിക. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മ അഗ്നി സ്നാനം ഏറ്റുവാങ്ങിയ. യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മ അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങിയാണ് അപ്പസ്തോലന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങി. ലൂക്കാ 12:49 യേശുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ തീ ഇടുവാനാണ് വന്നിരിക്കുന്നത്. ഈ തീ ഒന്ന് കത്തിപ്പടർന്നിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു.
ഈ തീ കത്തണം. ഈ തീ പരിശുദ്ധാത്മാവ. ഈ തീ കത്തണം. എവിടെ? എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഈ പരിശുദ്ധാത്മ തീയൊന്ന് കത്തി ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. അഗ്നിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്തക്കുസ്താ ദിനം അഗ്നിയുടെ സ്നാനമേറ്റ അപ്പസ്തോലനായ പത്രോസ് മട്ടുപ്പാവിലേക്ക് കടന്നു വരിക. സഖിയോൻ മാളികയെ ഇളക്കി മറിച്ച പരിശുദ്ധാത്മയുടെ അഭിഷേകമേറ്റ പത്രോസ് അപ്പസ്തോലൻ സഖിയോൻ മാളികയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുക. ജോയൽ പ്രവാചകൻ മുതൽ പഴയ നിയമമായിട്ട് ഇങ്ങോട്ട് പ്രസംഗിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് ശക്തമായൊരു വചന പ്രഘോഷണം പത്രോസ് അപ്പസ്തോലൻ അവിടെ നടത്തി. ഹല്ലേലൂയ. പത്രോസ് ൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന നമ്മൾ ശുശ്രൂഷകർ അവിടെയെല്ലാം പത്രോസ് അപ്പസ്തോലൻ ഉയർത്തിപ്പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ആരെയാണ്? ക്രിസ്തുവിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ. ജനം ഓടിക്കൂടുകയാ. ഓടിക്കൂടി ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കുവാൻ? അനുദപിക്കണം, പശ്ചാത്തപിക്കണം. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകമാണ് ഇനി ഉണ്ടാവേണ്ടത്. ഈ നമ്മൾ പ്രസംഗിച്ചു തീരുമ്പോൾ തന്നെ ജനം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടി വരണം. ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേക പ്രവാഹം ജനക്കൂട്ടത്തിൻ്റെ മേലുണ്ടാവണം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ജനം വാവിട്ട് നിലവിളിക്കണം, അനുദപിക്കണം. പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ അവരുടെ ഹൃദയം നുറുങ്ങി. അവര് 3000-ഓളം പേര് അന്ന് സ്നാനം സ്വീകരിച്ചു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, പത്രോസ് അപ്പസ്തോലനിൽ വെളിപ്പെട്ട ശക്തമായ അഭിഷേകം. ഈ ഒരു അഭിഷേകമാണ് ഇനി തുറക്കപ്പെടേണ്ടത്. നമ്മളൊരു വചന ശുശ്രൂഷ നടത്തുന്ന നിമിഷത്തിന് ജനം വാവിട്ട് നിലവിളിക്കണം. ജനം അഭിഷേകത്തിലേക്ക് വേണം. ജനം അനുദപിക്കണം. ജനം മാനസാന്തരപ്പെടണം. അക്രൈസ്തവർ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വേണം. അവർ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരണം. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ
യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ